വയനാട് പുത്തുമലയിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ പെയ്തിറങ്ങിയ മഴയുടെ അളവെന്ന് പറഞ്ഞാൽ 372 mm മഴയാണ്. 42 മണിക്കൂറിൽ 572 mm മഴയാണ്. തേറ്റമല 450 mm ആണ്, 524 mm. എസ് കെ അപ്പോൾ അസാധ്യമായ രീതിയിൽ സമാനതകളില്ലാത്ത വിധം മഴ പെയ്ത്തായിരുന്നു അവിടെ. അങ്ങനെ പൊട്ടിയ ഉരുളിൽ സമാനതകളില്ലാത്ത വലിയൊരു ദുരന്തത്തിനുകൂടി കേരളം സങ്കടപൂർവ്വം കണ്ണീരോടെ സാക്ഷ്യം വഹിക്കുന്നു. എസ് കെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും മരണനിരക്ക് വല്ലാതെ ഉയരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് പിന്നെയും ഉയരുമെന്ന് ആശങ്കപ്പെടാനുള്ള കാരണം നമ്മൾ ഈ അപകടത്തിൻ്റെ പ്രഭവ കേന്ദ്രമായി നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഇമ്പാക്ട് സെൻറ്ററിൽ മാത്രമാണ്. ഇപ്പോൾ റെസ്ക്യൂ നടക്കുന്ന ഇമ്പാക്ട് സെൻ്ററായ ചൂരൽമലയിലാണ്. ഈ അപകടത്തിൻ്റെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അത് മുണ്ടക്കൈ മേഖലയാണ്. അവിടെ ഒട്ടുമിക്ക വീടുകളൊക്കെയും തകർന്നു പോയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എസ് കെ അവിടെ ഒരു റിസോർട്ടിലെ ജീവനക്കാരൻ പറയുന്നത് പരമാവധി ഇനി അവിടെ ആ മേഖലയിൽ ബാക്കി ഉണ്ടാവുക 10 വീടുകൾ, ഏറ്റവും കൂടിപ്പോയാൽ 10 വീടുകൾ മാത്രം ബാക്കി ഉണ്ടാവുന്നു എന്ന് പറയുന്ന അവിടെ ഒരു ജീവനക്കാരൻ. അങ്ങനെ ആ മേഖല ഒന്നാകെ തീർന്നു, ഒന്നാകെ വാഷ് ഓഫ് ചെയ്ത് പോയിരിക്കുന്നു. അവിടെ വീടുകൾ വല്ലാത്ത ദുരന്ത സമാന സാഹചര്യത്തിലാണ്. വീടുകളിൽ ആൾക്കാർ മരിച്ചും ജീവനോടെയും ഇരിക്കുന്നു. അങ്ങോട്ടേക്ക് എത്തിപ്പെടാതെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉറപ്പായി നമുക്കറിയാൻ കഴിയില്ല. എസ് കെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്, ഇപ്പോൾ നമ്മൾ അറിയുന്ന മരണവാർത്തകളൊക്കെയും ചൂരൽമല മേഖലയിലെയും ആ മേഖല മാത്രമാണ്. അട്ടമല, മുണ്ടക്കൈ എന്നീ പറയുന്ന 2 മേഖലകളിലേക്ക് ഇപ്പോഴും നമുക്ക് കാര്യമായി എത്തിപ്പെടാൻ കഴിയുന്നില്ല. എത്തിപ്പെട്ടത് ഫയർഫോഴ്സിൻ്റെ കുറച്ച് സംഘങ്ങൾ മാത്രമാണ്. അവർക്ക് അങ്ങോട്ടേക്ക് എത്തി ആ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനൊക്കെ കഴിഞ്ഞുവെങ്കിലും അങ്ങോട്ടേക്ക് കാര്യമായി ഒരുപാട് ആളുകൾ എത്തിയാൽ മതിയാവും. NDRFിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പാലം നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതീവ ദുഷ്കരമാണ്, വലിയ ബുദ്ധിമുട്ടാണ് പാലം നിർമ്മാണം. നമ്മൾ നേരത്തെ കണ്ടു, ഒരു കയറ് കെട്ടി ഇവർ വലിയ പ്ലാറ്റ്ഫോം പോലെയുള്ളത് കൊണ്ടുപോയി അങ്ങോട്ടേക്ക് സ്ഥാപിച്ച് വരികയാണ്. പക്ഷേ അത് സമയമെടുക്കുമെന്ന് അറിയുന്നു. അത്രയും സമയമെടുക്കുമ്പോഴേക്കും അവിടെ ഒരുപക്ഷെ പ്രാണൻ്റെ അല്പപ്രാണനായി നിൽക്കുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കുമെന്ന ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എയർ റെസ്ക്യൂ അല്ലെങ്കിൽ എയർ ലിഫ്റ്റിംഗ് എന്ന ഉപായത്തിലേക്ക്, എന്ന സാധ്യതകളിലേക്ക് നമ്മൾ പോകുന്നത്. ഹെലികോപ്റ്ററിൽ വന്നതാണ്, ആരുടെ കുറ്റം, ഹെലികോപ്റ്റർ അവിടെ വന്നതാണ്. പക്ഷേ വളരെ മോശം കാലാവസ്ഥ, ഹെലികോപ്റ്ററുകൾക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യം. അവർ കോയമ്പത്തൂരേക്ക് മടങ്ങിയ വണ്ടി തിരികെ വീണ്ടും വരും എന്ന് ഡിഫൻസ് അറിയിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എസ് കെ. അതിന് കാരണം രാത്രി 1 മണി അപകടമുണ്ടായി. 12-ാം മണിക്കൂറിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മേഖലയിലേക്ക്, വീടുകളിലേക്ക് കാര്യമായി നമുക്ക് എത്തിപ്പെടാൻ ഈ സമയം കഴിയുന്നില്ല. NDRF സംഘത്തിന് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. അവിടെ ഒരു മലയ്ക്ക് മുകളിൽ 250, ഒരു ചെറിയ കുന്നിന് മുകളിൽ 250ഓളം പേർ നിൽക്കുകയാണ്. അതിൽ 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയാൻ കഴിയുന്നു. ട്രീ വാലി റിസോർട്ടിലും അടക്കം 100-150 പേർ അവിടെയുണ്ട്. ഒരു വിവാവോ ബബിൾ റിസോർട്ട് എന്ന് പറയുന്ന ഒരിടത്ത് കൂടുതൽ പേരുണ്ടെന്ന് ഇപ്പോൾ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. ഒരു സെറീന എന്ന് പറയുന്ന ഒരാൾ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മേഖലകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. അതിൻ്റെ യഥാർത്ഥ വ്യാപ്തി അറിയണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടേ മതിയാവുകയുള്ളൂ. രക്ഷാ സംഘത്തിനകത്തോട്ട് എത്തിപ്പെട്ടേ മതിയാവുകയുള്ളൂ. എന്നാൽ മാത്രമേ ഈ പറഞ്ഞ മുണ്ടക്കൈ മേഖലയിൽ എത്ര മരണമുണ്ടെന്ന് അറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ വല്ലാതെ ഭയക്കുന്നത് മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ദുരന്ത വ്യാപ്തി ഏതളവിൽ ഉയരുമെന്നാണ്. കാര്യം ചാലിയാർ പുഴയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഉറപ്പായി മുണ്ടക്കൈയിലേതാണെന്ന് ഏതാണ്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിന് കാരണം മുണ്ടേരി വഴിയാണ് ചാലിയാറിലേക്കുള്ള ഒഴുക്ക്. ഈ മുണ്ടക്കൈ പുഴ മുണ്ടേരി വഴി ചാലിയാറിലേക്കാണ് ഒഴുകുന്നത്. അപ്പോൾ അവിടെ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇവിടുത്തെയാണെന്ന് അറിയാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് മുണ്ടക്കൈയിലെ ദ റിയൽ സിറ്റുവേഷൻ ഇപ്പോഴും നമുക്ക് അറിയില്ല. നേരത്തെ MLA പറഞ്ഞത് ഒരു വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചു കിടപ്പുണ്ട്, ഒരു മകനുണ്ട്, മകൻ്റെ കാലിൽ ഒരു വലിയ കല്ല് കിടക്കുകയാണ്. അത്തരത്തിലുള്ള ഏതൊക്കെ അതിദുരന്ത സാഹചര്യമുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. എസ് കെ വിംസിൽ ഇപ്പോൾ 8 മൃതദേഹങ്ങളാണുള്ളത്. ഞാൻ ഒന്നുകൂടെ പേരൊന്ന് വായിക്കാം, അതൊരു പക്ഷേ അത് കേൾക്കുന്നവർക്ക് സഹായകരമാവും. എസ് കെ ഒന്ന് റംലത്ത് 55 വയസ്സാണ്, അഷ്റഫ് 44 വയസ്സ്, 65 വയസ്സുള്ള കുഞ്ഞു മുഹമ്മദ്, 37 വയസ്സുള്ള വിജേഷ്, സുമേഷ്, സലാം 39, ശ്രേയ 19, ലെനിൻ 19, ഗിരീഷ് 50 വയസ്സ്, റുക്സാന 59 വയസ്സ്. മൊത്തം 57 മൃതദേഹങ്ങൾ. അതിൽ കുറച്ച് മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ചാലിയാർ മേഖലയിൽ കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം അങ്ങേയറ്റം ഛിന്നഭിന്നമാണ്. വലിയ സങ്കട സാഹചര്യം എസ് കെ. അവിടെ ആശുപത്രികൾ, ഈ പറയുന്ന 5 ആശുപത്രികളിൽ, മേപ്പാടി ഹെൽത്ത് സെൻ്ററിൽ, വിംസ് ആശുപത്രിയിൽ, മലപ്പുറം ചുങ്കത്തറ ആശുപത്രിയിൽ, വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഉടയവരെ തേടി അവർ ജീവനോടെ ഉണ്ടോ എന്നറിയാതെ ആശങ്കയോടുകൂടി ബന്ധുക്കളെത്തുന്ന കാഴ്ച കേരളത്തിൻ്റെ ഹൃദയമലിയിക്കുന്ന കാഴ്ചയാണ്. അവിടെ ഈ പറയുന്ന അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല എന്നതാണ് പ്രശ്നം. പക്ഷേ ഈ ചൂരൽമല മേഖലയിലടക്കം രക്ഷാദൗത്യത്തിന് ഒരു തരത്തിലുള്ള അമാന്തവും രാവിലെ മുതൽ ഉണ്ടാവുന്നില്ല. അതിനുള്ള പരമാവധി സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് സർക്കാർ സംവിധാനം അവിടെ കൃത്യമായി ഏകോപിച്ചുകൊണ്ട് കൂടുതൽ പോലീസ് സംവിധാനം, കൂടുതൽ ഫയർഫോഴ്സ് സംവിധാനം, കൂടുതൽ NDRF സംവിധാനം ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ NDRF അങ്ങോട്ടേക്ക് എത്തുന്നു. ഒരാൾ വിഭവശേഷി പ്രശ്നം അവിടെ എവിടെയുമില്ല. ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എസ് കെ ഈ പറയുന്ന ഈ ഉരുൾപൊട്ടലുണ്ടായ
തവണ രാത്രി 1 മണി മുതൽ പിന്നീട് 3 തവണ തുടർച്ചയായി മാരക പ്രഹരശേഷി ഉരുൾപൊട്ടിയ ഈ മുണ്ടക്കൈ അട്ടമല മേഖലയിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ള അല്പസമയത്തിനകം അതിനുള്ള ശ്രമങ്ങൾ തീവ്രമായി തന്നെ നടക്കുന്നുണ്ട്. ഈ പാലം നിർമ്മാണം പൂർത്തിയായാൽ ഒരു പരിധിവരെ സഹായമാകും. പക്ഷേ നമുക്ക് അറിയാൻ കഴിയുന്ന പാലം നിർമ്മാണം അതീവ ദുഷ്കരമാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ കയറിങ്ങനെ കെട്ടി കയറിലൂടെ ഇരുമ്പ് പ്ലാറ്റ്ഫോം കൊണ്ടുപോയി ഇട്ടിട്ട് അത് ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതിന് ഇനിയും ദൂരം ബാക്കിയാണ് എന്ന് പറഞ്ഞാൽ അവിടെ ഇട്ട് തുടങ്ങുന്നേ ഉള്ളൂ. ആ പാലം നിർമ്മാണം പൂർത്തിയാകാൻ ഇനിയും സമയമെടുക്കും. ഇപ്പോൾ തന്നെ 12 മണിക്കൂറാകുന്നു. അങ്ങോട്ടേക്ക് എത്രയും വേഗം ഏതെങ്കിലും തരത്തിൽ എത്രയും വേഗം എത്തുക എന്നുള്ളത് മാത്രമാണ് പോംവഴി. ഇപ്പോൾ അറിയുന്ന ഏറ്റവും പുതിയ വിവരം SKN മുണ്ടക്കയിലെ അട്ടമല ചൂരൽമല മേഖല ഏതാണ്ട് പൂർണ്ണമായി തന്നെ തകർന്നടിയുന്നു. മുണ്ടക്കയിലെ ഏകദേശം വീടുകളൊക്കെ ഒലിച്ചു പോകുന്നു. മണ്ണിനടിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 60 ഉയർന്നു എന്നാണ്. ഏറ്റവും സങ്കടപ്പെടുന്ന വാർത്ത തന്നെയാണ് അത് വരുന്നത്. വയനാട്ടിലും വരുന്ന സ്ഥിരീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഈ ദുരന്തത്തിൽ പെട്ടുപോയി ജീവഹാനി സംഭവിച്ച ആളുകളുടെ എണ്ണം 60 എന്ന വാർത്ത പ്രേക്ഷകർ നമ്മൾ അറിയിക്കുന്നു. ഒരുപക്ഷെ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ്. ഒരു മണിക്കൂർ കഴിയുന്തോറും മരിച്ചവരുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പോൾ ചാലിയാറിൽ തന്നെ 16 മൃതദേഹം കണ്ടെത്തിയെന്ന് ഷഹദ് റഹ്മാൻ അറിയിക്കുന്നുണ്ട്. ഈ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ ഈ 16 മൃതദേഹം ഉണ്ട്. ചില ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന കൂടി വാർത്തകൾ വരികയാണ്. ബന്ധുജനങ്ങൾ ഈ ആശുപത്രികളിലൊക്കെ എത്തിച്ചേരുന്നുവെന്നും നമ്മൾ മനസ്സിലാക്കുന്നു. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി മന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിലേക്ക് പോകുമെന്ന് അറിയുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി ജോർജ് കുര്യൻ വയനാട്ടിൽ പോകുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും യോജിച്ചുള്ള ഒരു പ്രവർത്തനമായിരിക്കും വയനാട്ടിൽ നടക്കുക. നമ്മുടെ ആളുകളുടെ ജീവനും സ്വത്തിനും നമുക്ക് സംരക്ഷണം നൽകിയേ പറ്റൂ. ഇനിയും മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിക്കും.